ഹലോ ഗൈസ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീശൈലത്തിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ പണ്ടത്തെ ശ്രീശൈലത്തിലെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടവർക്കറിയായിരിക്കും. ഞാൻ സാധാരണ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ചായ എടുത്ത് പുറത്തോട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. ഇപ്പോൾ ആ വിഷ്വൽസ് ഒന്നും കാണാൻ പറ്റാത്തത്. ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ ചായ ഒന്നും കുടിക്കാൻ പറ്റാറില്ല. വോമിറ്റിങ്ങും കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ക്ലിപ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ അതുപോലെ ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെടിക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയെന്നാൽ പലതരത്തിലുള്ള ചെടികൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. നമ്മളെ കണ്ണിന് നല്ലൊരു കാഴ്ചയും കൂടാണ് കേട്ടോ. രാവിലെ ഇതിനപ്പുറം ഒരു നല്ലൊരു കാഴ്ച വേറെ ഒന്നും വേണ്ടല്ലോ. പിന്നെ ഇത് നമ്മളുടെ തെറ്റാണ് കേട്ടോ. ആദ്യമായിട്ട് വിരിഞ്ഞ പൂവാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പുറത്തോട്ടൊക്കെ നമ്മൾ ഈ ചെടിക്കുട്ടന്മാരുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ സമയം പോണത് അറിയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചിടാം കേട്ടോ. നമ്മളെ വീട്ടിലെ പുതിയൊരു അതിഥിയാണ് കേട്ടോ. ഈ ഒരു ചെടിക്കകത്ത് ആളുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിടാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ബുൾബുളിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് ബുൾബുൾ വന്ന് മുട്ടയിട്ട് വിരിയുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ അടുക്കളയിൽ അമ്മ പാത്രമൊക്കെ കഴിവുന്നുണ്ട്. ഇന്ന് അമ്മയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടാത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ട്. അപ്പോൾ രാവിലത്തെ തന്നെ അമ്മയുടെ എല്ലാം ഉച്ചയ്ക്കത്തുള്ള ഫുഡായാലും രാവിലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ടൈം വന്നിട്ടൊരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ വ്ളോഗിലും കറക്റ്റ് ടൈം പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ടൈം നോക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ രാവിലെ പല്ലിയേക്കാൻ വേണ്ടി പുറത്തോട്ട് നിൽക്കുകയാണ്. പിന്നെ ഞാനും പല്ലിയേക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ ഒരു 8:45 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. കാരണം എനിക്ക് മെഡിസിനും കാര്യങ്ങളുണ്ട്. നമുക്ക് അയണും അങ്ങനത്തെ മെഡിസിനൊക്കെ ഉണ്ടല്ലോ ഈ ടൈമിൽ. അപ്പോൾ നമ്മൾ ചക്കക്കുട്ടന്മാരൊക്കെ കാച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് കൂഴച്ചക്കയാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് കാണുന്നത് വരിക്കച്ചക്കയാണ് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ അത്യാവശ്യം പിടിച്ച് വരുന്നുണ്ട്. എനിക്ക് ഈ ടൈമിൽ ചക്ക തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മുന്നേ ചക്ക കഴിക്കാൻ ഇഷ്ടമാണ്, എന്നാലും ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഇത് വന്നിട്ട് അയണി ചക്കയാണ് കേട്ടോ. പക്ഷേ അയണി നമുക്ക് കിട്ടാറില്ല. നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ പല്ല് തേപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകാൻ പോവുകയാണ്. ഇതാണിപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷ് വന്നിട്ട് എനിക്കിങ്ങനെ പിമ്പിൾസ് ആയതുകൊണ്ട് ഡോക്ടർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ. ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോമിൻ്റെ രൂപത്തിലാണ് കേട്ടോ. ഇത്തിരി എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. പക്ഷേ ഇത്തിരി കൂടിപ്പോയി കേട്ടോ. ഒരു ചെറിയൊരു പമ്പ് മാത്രം മതി കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെ പതയും കേട്ടോ. പതഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇത് നമ്മളെ സ്കിന്നിൽ അബ്സോർബ് ആവും. ഇത് ഞാനൊരു 50 മിനിറ്റ്സ് എൻ്റെ ഫേസിൽ വച്ചതിന് ശേഷമാണ് ഞാൻ കഴുകിക്കളയുന്നത് കേട്ടോ. ഇതിപ്പോൾ 50 മിനിറ്റ്സ് തന്നെ വച്ചിക്കണമെന്നില്ല. കാരണം ഇത് സാലിസിലിക് ആസിഡാണ്. ചിലവരുടെ സ്കിന്നിൽ വെച്ചിരിക്കുമ്പോൾ കുറച്ച് നീറ്റലും കാര്യങ്ങളും വരും. ഒത്തിരി നേരമൊന്നും വച്ചിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനൊരു 50 മിനിറ്റ്സ് വരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ പൊള്ളലോ കാര്യങ്ങളില്ല. എന്നാൽ എൻ്റെ നല്ല സെൻസിറ്റീവ് സ്കിന്നാണ്. എനിക്ക് പക്ഷേ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കണ്ടോ, എൻ്റെ സ്കിന്നിൽ അത് തേച്ചതുപോലും അറിയാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് പിമ്പിൾസൊക്കെ ഉള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. കാരണം ഇതിൽ സാലിസിലിക് ആസിഡാണ്. അപ്പോൾ പിമ്പിൾസ് വരാതിരിക്കാനും നോക്കും, പാടികളൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വളർത്തുന്നതല്ല, എവിടെ നിന്നോ വന്നതാണ് കേട്ടോ. ഹലോ ഹലോ ഗർഭിണി. ഇവിടെ 2 പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഞാനും ഒന്നതായി കിടക്കുന്ന ഇവളും. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നല്ല ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത് വന്നിട്ട്. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇതുപോലെയാണ്, നല്ല സോഫ്റ്റാണ്. എനിക്ക് സോഫ്റ്റ് ഇഡ്ഡലിയൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ സോഫ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഫുഡ് റെഡിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തുണി കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ തുണി കഴുകിയിട്ട് കയറി വന്നപ്പോൾ അപ്പുറത്തെ ആൻറ്റി നല്ല ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി. അങ്ങനെ എനിക്കും കൂടെ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ടൈം വന്നിട്ടൊരു 11 മണിയായിട്ടുണ്ട്. ആ ടൈമിലാണ് എൻ്റെ ജ്യൂസും ഫ്രൂട്ട്സൊക്കെ ഞാൻ കുടിക്കാറ്. അങ്ങനെ അമ്മ നല്ല മുസമ്പി ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് വന്നു. അമ്മ ഗ്ലാസ്സിലാണ് കേട്ടോ ഇങ്ങനെ ജ്യൂസ് കൊണ്ടുവന്നത്. ഞാൻ ഇപ്പോൾ ഇതിലൊക്കെയാണ് കേട്ടോ കുടിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം, ഞാൻ ഫ്രൂട്ട്സ് സലാഡൊക്കെ ഇതിലാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ സ്ട്രോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജ്യൂസ് ഇതുപോലെ കുടിക്കാം കേട്ടോ. ഇതുപോലെ കുടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമുക്ക് അടച്ച് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ പിന്നെ എടുത്ത് കുടിച്ചാൽ മതിയല്ലോ. പിന്നെ മുസമ്പി ഓറഞ്ചൊക്കെ അടിച്ച് വെച്ചിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഒത്തിരി പുളിപ്പ് വരും. അതുകൊണ്ട് ഞാൻ അതൊക്കെ കൈകടഞ്ഞ് തന്നെ കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെയും അപ്പുറത്തെ ആൻറ്റി കുറേ മാങ്ങ തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീടിൻ്റെ 2 സൈഡിലുള്ള വീട്ടിലും, അതായത് അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലും ശരിക്കും മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയ്ക്കൊന്നും ഒരു ക്ഷാമമില്ല.
ഈ പച്ച മാങ്ങയ്ക്ക് ഒരു പ്രത്യേക മണം തന്നെയാണല്ലോ. എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എല്ലാത്തിൻ്റെയും കുറച്ചും കൂടെ മണമൊക്കെ നല്ല രീതിയിൽ കിട്ടി തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മയടുത്തൊരു കണവ പൊരിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കണവ ഫ്രൈയും പിന്നെ നല്ല ചക്ക വച്ചതും അതുപോലെ തന്നെ കണവക്കറിയും കുറച്ച് സാമ്പാറും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കുശാലായിരുന്നു. പിന്നെ എനിക്ക് മധുരം കഴിക്കാൻ ക്രേവിങ്സ് വന്നതുകൊണ്ട് ഞാൻ കുറച്ച് അലുവ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അലുവ ഫാൻ അല്ല, പക്ഷേ ഈ അലുവ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു ടൈമൊക്കെ ഒരു വൈകുന്നേരമൊക്കെ അടുപ്പിച്ചായ കേട്ടോ. അമ്മ എനിക്ക് നല്ല കരിക്കും വെള്ളവും കരിക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സംഭവം ഫ്രൂട്ട്സും കരിക്കും വെള്ളം അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ നമുക്ക് കുറച്ച് സ്നാക്സ് എനിക്ക് തന്നു. പക്ഷേ ഞാൻ ഇത് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അമ്മ ആ ടൈമിൽ അച്ഛൻ ചായ ഇട്ട് കൊടുത്തിട്ട് ഡാൻസ് ക്ലാസ്സിന് പോകാൻ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. അനീഷേട്ട എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അങ്ങ് അനീഷേൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. പ്രതീക്ഷിക്കാതെ നമ്മൾ വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്നതുകൊണ്ട് അമ്മ പറഞ്ഞു ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് തന്നയക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മമാരുള്ളപ്പോൾ നമുക്ക് സുഖമാണല്ലോ. നമ്മളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട. നമ്മളെ മനസ്സിൽ കാണുന്നത് അവർ തന്നെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൈത്തരും. നമ്മളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളെ ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ആത്മാർത്ഥമായിട്ട് എല്ലാം ചെയ്തു തരുന്നത് നമ്മൾ അമ്മമാരാണല്ലേ. അമ്മമാർ മാത്രമല്ല അച്ഛന്മാരും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അമ്മ എനിക്കുള്ള ഫ്രൂട്ട് സാലഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അനീഷേട്ടൻ വന്ന ടൈമിൽ വീട്ടിലത്തേക്ക് വേണ്ടി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ അതിൽ നിന്ന് കുറച്ച് മീൻ നമുക്കും കൂടെ വേണ്ടി കഴുകി വൃത്തിയാക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടി പെരട്ടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടൊന്നും ഞാൻ വേറെ ഒന്നും ഷൂട്ടോ കാര്യങ്ങളോ ചെയ്തില്ല. ഞാൻ പിന്നെ നേരെ അനീഷേൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.